നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫെമിനൻ മസ്കുലിൻ എനർജിയെ പറ്റിയിട്ടാണ്. അത് ബാലൻസ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ്. ഓക്കെ, എന്താണ് ഫെമിനൻ മസ്കുലിൻ എനർജി? ഈയിടെയായിട്ട് നമ്മളെല്ലാവരും ഈ സ്പിരിച്വൽ ജേർണിയിലൊക്കെ വരുന്ന ആൾക്കാർ പൊതുവേ കേൾക്കുന്നതാണ് ഈ ഒരു വേർഡ്, ഫെമിനൻ എനർജി, മസ്കുലിൻ എനർജി എന്ന് പറയുന്നത്. അതുപോലെ യിങ് യാങ് എനർജി. എന്താണ് യിങ് യാങ് കോൺസെപ്റ്റ്? ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് യിങ് എന്ന് പറയുന്നത് ഫെമിനൻ എനർജിയും യാങ് എന്ന് പറയുന്നത് മസ്കുലിൻ എനർജിയും ആണ്. സോ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിലും ഇതിന് രണ്ടിന് അതായത് പരസ്പരം ഓപ്പോസിറ്റാണ്, പരസ്പരം സപ്പോർട്ടുമാണ്. ഒന്നിന് മറ്റൊന്നില്ലാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഒന്നിൻ്റെ എഫക്റ്റോട് കൂടിയിട്ട് മാത്രമാണ് മറ്റൊന്നിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുക. അല്ലെങ്കിൽ മറ്റൊന്നിന് കുറച്ചുകൂടി ആക്ടിവേഷൻ വേണം എന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റിൽ ആളുടെ ഹെൽപ്പ് വേണം. ചുരുക്കി പറഞ്ഞാൽ കറുപ്പും വെളുപ്പും എടുത്താൽ കറുപ്പ് എന്താണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ വെളുപ്പ് തീർച്ചയായും വേണം. അതുപോലെ തന്നെ വെളുപ്പ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ കറുപ്പും വേണം. സോ ഇവിടെ ഈ ഒരു മസ്കുലിൻ ഫെമിനിൻ എനർജീനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രണ്ട് എനർജിയും ഉണ്ട്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം പലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഏത് സെക്സിലാണോ ജനിക്കുന്നത്, അതായത് ഒന്നുകിൽ നമ്മൾ ഫീമെയിൽ ആവാം, മെയിൽ ആവാം, ട്രാൻസ്ജെൻഡേഴ്സ് ആവാം. ഓക്കെ, അപ്പം നമ്മൾ ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ഒരു ഫെമിനിൻ എനർജിയാണ്, മെയിൽ ആണെങ്കിൽ അതൊരു മസ്കുലിൻ എനർജിയാണ് എന്ന്. അതൊരു തെറ്റായ ധാരണയാണ്. എല്ലാത്തിലും ഫെമിനിൻ എനർജിയും മസ്കുലിൻ എനർജിയും ഉണ്ട്. എന്തുകൊണ്ടാണ് എല്ലാത്തിലും എന്ന് പറയുന്നത്? എല്ലാവരിലും ഈ രണ്ട് എനർജിയും ബാലൻസ്ഡ് ആകുമ്പോൾ മാത്രമാണ് അതിനൊരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ ബോഡിയുടെ റൈറ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡാണ് നമ്മുടെ ബോഡിയുടെ ലെഫ്റ്റ് സൈഡ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് മസ്കുലിൻ എനർജിയാണ്, നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഫെമിനിൻ എനർജിയാണ്. സോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ റൈറ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡാണെന്ന് പറയുന്നു, നമ്മുടെ ലെഫ്റ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് സൈഡാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഫെമിനിൻ എനർജിയെ മസ്കുലിൻ എനർജിയും, മസ്കുലിൻ എനർജിയെ ഫെമിനിൻ എനർജിയല്ലേ കൺട്രോൾ ചെയ്യുന്നത്? ആണ്. അപ്പോൾ പലരും പറയുന്നൊരു പ്രശ്നമാണ്, എൻ്റെ വലത് സൈഡ് ഭയങ്കര വീക്കാണ്, അല്ലെങ്കിൽ എൻ്റെ ഇടത് സൈഡ് ഭയങ്കര വീക്കാണ്. സോ ഏത് സൈഡാണോ വീക്കായിട്ടുള്ളത് ആ എനർജി നമുക്ക് കുറവാണ്. അതുകൊണ്ടാണ് കൂടുതലായും ആ ഒരു സൈഡിലേക്ക് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. സോ എങ്ങനെ നമുക്ക് ഈ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാം? ഇത് അസുഖങ്ങൾ മാത്രമല്ല കേട്ടോ നമുക്ക്, അതായത് ഫിസിക്കലിയുള്ള അസുഖങ്ങൾ മാത്രമല്ല. ചില ആൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ലെഫ്റ്റ് സൈഡിലുള്ള മിക്ക ബോഡി പാർട്സിനും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള മിക്ക ബോഡി പാർട്സിനും പ്രശ്നങ്ങൾ. ഇത് നമ്മൾ ഫിസിക്കലിയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഫിസിക്കലി അല്ലാണ്ടുള്ള മറ്റു കുറേ കാര്യങ്ങളുണ്ട്, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. സോ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് മെൻ്റലി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇമോഷണലി എടുക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് സ്ട്രെസ്സ്, അതുപോലെ ഡിപ്രഷൻ. ഇനി ചില ആളെ പറ്റി നോക്കുകയാണെങ്കിൽ അവർ ഇമോഷണലി ഭയങ്കര വീക്കായിരിക്കും. കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് കരയുക, കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ. ഇനി ചില ആളുകൾ ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ ഉള്ളിൽ നല്ല ടാലൻ്റുള്ള ആളായിരിക്കും, പക്ഷേ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ ആൾക്ക് അറിയില്ല. നല്ല ടാലൻറ്റഡ് ആണ്, പക്ഷേ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ ആൾക്ക് പറ്റുന്നില്ല. സോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി തുടങ്ങി എല്ലാ തലത്തിലും. ഇനി നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യം വരികയാണെങ്കിൽ ആൾക്ക് പൈസ വരാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ പൈസ ഇല്ല. സോ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു?
ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫെമിനൻ മസ്കുലിൻ എനർജിയിലുള്ള ഇൻബാലൻസും കൂടിയാണ്. നമ്മളെപ്പോഴും ചക്രങ്ങളെ പറ്റി പറയാറില്ലേ, നമ്മുടെ ചക്രങ്ങളിൽ ഇൻബാലൻസ്ഡ് ആകുമ്പോഴാണ് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ റൂട്ട് ചക്ര എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അബണ്ടൻസ് വരണം എന്നുണ്ടെങ്കിൽ റൂട്ട് ചക്ര ആക്ടിവേറ്റഡ് ആയിരിക്കണം. നമുക്ക് വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ റൂട്ട് ചക്ര ആക്ടിവേറ്റഡ് ആയിരിക്കണം. അതുപോലെ ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ സ്വാധിഷ്ഠാന ചക്ര ആക്ടിവേറ്റഡ് ആയിരിക്കണം. പക്ഷേ ഇവിടെ ഈ ചക്രങ്ങൾ ആക്ടിവേറ്റഡ് എന്ന് പറയുമ്പോൾ ഈ ചക്രങ്ങളുമായിട്ട് ഈ യിങ് യാങ് എനർജി, അതായത് മസ്കുലിൻ ഫെമിനിൻ എനർജിക്ക് ഒരു കണക്ഷനുണ്ട്. അപ്പം നിങ്ങൾ പലരും ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആദ്യത്തെ, അതായത് 1, 3, 5, 7 ഈ ഒറ്റ സംഖ്യാ ക്രമത്തിലുള്ള ചക്രങ്ങളെല്ലാം തന്നെ യാങ് എനർജി ആണെന്നും ഇരട്ട സംഖ്യാ ക്രമത്തിലുള്ളതൊക്കെ യിങ് കണക്ഷനാണെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ റൂട്ട് ചക്ര യാങ് ആണ്, അതുപോലെ സോളാർ പ്ലക്സസ് ചക്ര യാങ് ആണ്. ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ നിങ്ങളിലേക്ക് വരും. നമ്മൾ പൊതുവേ പറയുമ്പോൾ അത് യാങ് എനർജിയാണ് ആ റൂട്ട് ചക്രയിലുള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ എല്ലാ ചക്രങ്ങളിലും യിങ് എനർജിയും യാങ് എനർജിയും ഉണ്ട്, രണ്ടും ഉണ്ട്. നമ്മുടെ ബോഡിയുടെ 2 സെക്ഷൻ എടുക്കുക, അതിൻ്റെ സെൻറ്ററിലാണ് ഈ ചക്രങ്ങളൊക്കെ വരുന്നത്, മെയിനായിട്ടുള്ള മേജർ ചക്രാസൊക്കെ വരുന്നത്. ഈ മേജർ ചക്രാസിലെല്ലാം ഈ 2 ഭാഗങ്ങളും ഒരുപോലെ, അല്ലെങ്കിൽ 2 പാർട്ടും, അതായത് ഫെമിനൻ എനർജിയും മസ്കുലിൻ എനർജിയും ഒരുപോലെ എല്ലാ ചക്രങ്ങളിലും ഉണ്ട് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പലർക്കും അതിനെപ്പറ്റി അറിയില്ല. സോ എങ്ങനെ നമുക്ക് ഈ ഒരു എനർജിയെ ബാലൻസ് ചെയ്യാൻ പറ്റും? ഇത് ബാലൻസ്ഡ് ആക്കി കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്നത് നമ്മൾ പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ബെനിഫിറ്റ്സാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ മെൻ്റലി ഫിറ്റാവും, നമ്മൾ ഇമോഷണലി ഫിറ്റാവും. ആലോചിച്ച് നോക്കുക, നമ്മൾ മെൻ്റലി ഫിറ്റായി കഴിഞ്ഞാൽ, നമ്മൾ ഇമോഷണലി ഫിറ്റായി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള, അതായത് നമ്മുടെ ഓറ ശക്തിപ്പെടാൻ തുടങ്ങും. നമുക്ക് മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഇമോഷണലി വീക്കായ ഒരാളാണെങ്കിൽ നമ്മളും സ്വാഭാവികമായും തകർന്നു പോവും. ഒരാളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കായിരിക്കും ബുദ്ധിമുട്ടും, നമ്മളായിരിക്കും കരയുകയും ചെയ്യുക. സോ അത് നമ്മളെ കൂടുതൽ നമ്മളെ ലോവർ സെൽഫിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ മെൻ്റലി ഫിറ്റാകുമ്പോൾ, നമ്മൾ ഇമോഷണലി ഫിറ്റാകുന്ന സമയത്ത് ഒരാൾ നമ്മളോടൊരു കാര്യം കേൾക്കുമ്പോൾ അയാളെ സമാധാനപ്പെടുത്താനും, അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ലവ് എന്ന് പറയുന്ന ആ ഒരു ഇമോഷനെ നമുക്ക് ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ ഡിറ്റാച്ച്ഡായിട്ട് അവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനും, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് നമുക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റും, നമ്മൾ വീക്കാവാതെ. അതാണ് ഡിറ്റാച്ച്ഡായിട്ട് എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് പ്യുവറായിട്ട് അവരെ സ്നേഹിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഹാപ്പി ആവാൻ തുടങ്ങും. നമ്മൾ ഹാപ്പി ആവാൻ തുടങ്ങുന്നതിനനുസരിച്ച് നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വരാനും തുടങ്ങും. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി ബാലൻസ്ഡ് ആവുന്നതോട് കൂടിയിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആവാൻ തുടങ്ങും. എല്ലാ കാര്യങ്ങളും നമ്മുടെ ചക്രങ്ങൾ ബാലൻസ്ഡായി തുടങ്ങും. അതനുസരിച്ച് അത് നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആവുകയും ഓരോ ചക്രങ്ങൾക്കനുസരിച്ചിട്ടുള്ള നമ്മളിലേക്ക് വരേണ്ട ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. ഓരോ ചക്രങ്ങൾക്കും അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളിലേക്ക് വരാൻ തുടങ്ങും. സോ എങ്ങനെ നമുക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റും? ഇത് ബാലൻസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഫെമിനൻ എനർജിയെയും മസ്കുലിൻ എനർജിയെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ബീജമന്ത്രങ്ങൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചക്രങ്ങളെ പറ്റിയുള്ള ബീജമന്ത്രങ്ങൾ. എല്ലാ ചാനലും, ഇപ്പോൾ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക ചാനലുകളിലും നിങ്ങൾ കേൾക്കുന്ന കാര്യമാണ് ബീജമന്ത്രങ്ങളെ പറ്റിയിട്ട്. ഈ ബീജമന്ത്രങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഉരുവിടുന്ന സമയത്ത് നമ്മുടെ ചക്രങ്ങൾ ആക്ടിവേറ്റ് ആവുകയും ഒരുപോലെ, അതായത് ഒരു ചക്രത്തിൽ തന്നെ ഈ 2 എനർജിയുള്ള ഓർഗൻസ് പ്രവർത്തിക്കുന്നുണ്ട്. സോ അതെല്ലാം ഒരുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങും, ഒരുപോലെ ആക്ടിവേറ്റഡ് ആവാൻ തുടങ്ങും, 2 എനർജിയും ബാലൻസ്ഡ് ആവാൻ തുടങ്ങും. അതുപോലെ മൂന്നാമത്തെ കാര്യമാണ് റേക്കി എന്ന് പറയുന്നത്. നമ്മൾ റേക്കി വെച്ച് ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എനർജിയെ നമുക്ക് ബാലൻസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. റേക്കി എപ്പോഴും നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്യാനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്.
അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്രിസ്റ്റൽ ഹീലിംഗ്. ക്രിസ്റ്റൽസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഫെമിനിൻ മസ്കുലിൻ എനർജിയെ ബാലൻസ് ചെയ്യാൻ പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചക്രങ്ങളെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫെമിനിൻ മസ്കുലിൻ എനർജിയെ ബാലൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ റേക്കി പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക്, നമ്മുടെ മൂർത്തിക്കാണ് നമ്മൾ കൈവയ്ക്കുന്നത്. അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ കൈവച്ച് ഹീൽ ചെയ്യുന്നത്. ഇതിൽ എത്ര പേർക്ക് അറിയാം നമ്മൾ എന്താണ് ഹീൽ ചെയ്യുന്നതെന്നുള്ളത്? ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. ഈവൻ ഞാൻ പോലും ഇതിനെപ്പറ്റി ആഴത്തിൽ ഓരോ പോയിൻറ്റിനെ പറ്റിയിട്ടും ഞാൻ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ കൈകൊണ്ട് വയ്ക്കുന്ന ഈ 28 പോയിൻറ്റിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എനിക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ബ്രെയിനിൻ്റെ ലെഫ്റ്റും റൈറ്റും നമ്മൾ വെച്ചിട്ടാണ് ഹീലിംഗ് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഹീൽ ചെയ്യുന്നത് നമ്മുടെ വലത്തേ കൈകൊണ്ട് നമ്മുടെ വലതു ഭാഗവും നമ്മുടെ ഇടത്തേ കൈകൊണ്ട് നമ്മുടെ ഇടതു ഭാഗവും നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മുടെ ബോഡിയുടെ ലെഫ്റ്റും റൈറ്റും കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ഹീലിംഗ് കൊടുക്കുന്നത്. നമ്മൾ ഓരോ ഹീലിംഗ് ചെയ്യുന്ന സമയത്തും ആ ഹീലിങ്ങിൻ്റെ അല്ലെങ്കിൽ ഏത് പോയിൻറ്റിലാണോ നമ്മൾ ഹീലിംഗ് കൊടുക്കുന്നത് അതിൻ്റെ കൃത്യമായ കാരണം അല്ലെങ്കിൽ കൃത്യമായ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ ഹീലിംഗ് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, ഫൈനാൻഷ്യൽ, സ്പിരിച്വൽ ഏതൊക്കെ തലത്തിൽ ഒരു വ്യക്തിക്ക് ഏതൊക്കെ തലത്തിലേക്കാണോ മാറ്റങ്ങൾ വരേണ്ടത് ആ മാറ്റങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ രേഖി നിങ്ങളെ സഹായിക്കും. സോ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റായ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ എന്ന ആ പോയിൻറ്റിലോട്ട് നമ്മൾ കൈകൾ വെച്ച് നമ്മൾ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഏറ്റവും നല്ല അഫർമേഷനാണ് എൻ്റെ ഫെമിനിൻ മസ്കുലിൻ എനർജി ബാലൻസ് ചെയ്ത് തന്നതിന് താങ്ക് യു രേക്കി എനർജി എന്നത്. കാരണം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഒരു ഫിമെയിൽ ബോഡിയിലുള്ളത് ഫെമിനിൻ എനർജി ആണെന്നും ഒരു മെയിൽ ബോഡിയിലുള്ളത് ഒരു മസ്കുലിൻ എനർജിയുമാണ് എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഈ 2 എനർജി ഉണ്ട്. ഈ 2 എനർജി ബാലൻസ്ഡായി തുടങ്ങുമ്പോൾ നിങ്ങളിലേക്ക് എല്ലാ തലങ്ങളിലേക്കും ഉയർച്ച വരാൻ പറ്റും. ഉയർച്ചയിലേക്ക് നിങ്ങൾ വരും. സോ റേക്കി പഠിച്ച ആളുകൾ റേക്കി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് പോയിൻ്റ് നിങ്ങൾ കൈകൾ വെച്ച് ഹീൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അഫർമേഷനോട് കൂടിയിട്ട് നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. അതിന് തക്കതായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. സോ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തും ഒരുപാട് മെഡിറ്റേഷൻസ് ഇപ്പോൾ അവൈലബിളാണ്. നമുക്ക് ഏത് തരത്തിലുള്ള മെഡിറ്റേഷൻ വേണമെങ്കിലും യൂട്യൂബിൽ തപ്പിയാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ മസ്കുലിൻ ഫെമിനിൻ എനർജി ബാലൻസ്ഡ് ആക്കുന്ന ഇഷ്ടംപോലെ മെഡിറ്റേഷനുണ്ട്. നിങ്ങൾക്ക് ആ ഒരു മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഇംബാലൻസ് നിങ്ങൾക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ യോഗയിലൂടെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം യോഗ ചെയ്യുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ചക്രങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഈ ചക്രങ്ങൾ ബാലൻസ്ഡ് ആകുമ്പോൾ തന്നെയാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആവുന്നതെന്ന് എപ്പോഴും നമ്മൾ പറയുന്നതും ഇത് തന്നെയാണ്. ഇനി ബീജമന്ത്രം ജപിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് രേഖി അറിയില്ല, നിങ്ങൾക്ക് യോഗ അറിയില്ല, കുഴപ്പമില്ല, നിങ്ങൾ കൃത്യമായിട്ട് ബീജമന്ത്രം ജപിച്ചാൽ മതി. അതുകൊണ്ടാണ് ഈ സ്പിരിച്വൽ ജേണിയിലൊക്കെ വരുന്ന സമയത്ത് ഇപ്പം എല്ലാവരും രേഖി പഠിക്കണം അല്ലെങ്കിൽ എല്ലാവരും യോഗ പഠിക്കണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന് സാധ്യമാകണമെന്നില്ല. പക്ഷേ ബീജമന്ത്രം ആർക്ക് വേണമെങ്കിലും ജപിക്കാം. അവിടെ നിങ്ങളുടെ പീരീഡ്സ് ആണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടിലാണെങ്കിലോ അതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. ഒരു 21 മിനിറ്റ് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി, നിങ്ങളുടെ മനസ്സിന് വേണ്ടി, നിങ്ങളുടെ സകല സൗഭാഗ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ആ ഒരു 21 മിനിറ്റ് മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. അതും കൃത്യമായി നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബീജമന്ത്രം ജപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ഒന്ന് വേറെ തന്നെയാണ്. കുറച്ച് ടൈം എടുക്കും. നമ്മൾ രേഖയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന അത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. പക്ഷേ ബീജമന്ത്രം ജപിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. പക്ഷേ കൃത്യമായി നിങ്ങൾ ബീജമന്ത്രം ജപിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരും. പക്ഷേ രേഖി പഠിച്ച ആളുകൾ നിങ്ങൾ ഭയങ്കര ബ്ലസ്ഡാണ്. അതൊന്ന് മനസ്സിലാക്കുക. ആ ഒരു വലിയൊരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ഈ ഒരു മസ്കുലിൻ ഫെമിനിൻ, ഈ ഒരു യിങ് യാങ് എനർജിയുടെ കോമ്പിനേഷനാണ് രേഖി എന്ന് പറയുന്നത്. സോ ആ രേഖി വെച്ച് നിങ്ങൾ നിങ്ങളുടെ ചക്രങ്ങളിലേക്ക് എനർജി പകരുന്ന സമയത്ത് നിങ്ങളുടെ കംപ്ലീറ്റ് ബോഡിയെയും ബാലൻസിലേക്ക് എത്തിക്കാൻ
റേക്കി നിങ്ങളെ സഹായിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. റേക്കി അറിയാവുന്ന ആളുകൾ കൃത്യമായിട്ട് സാധന ചെയ്യുക. ഓരോ പോയിൻ്റ് ഹീൽ ചെയ്യുന്ന സമയത്തും ആ പോയിൻറ്റിൻ്റെ പ്രാധാന്യവും എന്തിനാണ് ആ പോയിൻറ്റിലേക്ക് വെക്കുന്നതെന്ന് മനസ്സിലാക്കി അവിടെ കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ല അഫർമേഷൻസ് കൊടുത്ത് കൃത്യമായി നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നതിലൂടെ, കൃത്യമായ സാധനയിലൂടെ എല്ലാവിധ ഉയർച്ചയും നിങ്ങളിലേക്ക് വരും. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. എല്ലാ നന്മയും ഉണ്ടാകട്ടെ. താങ്ക് യു.